ഇന്ന് ഞാൻ പാറും കൂടി എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വീട്, അനിയത്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാട്ടോ. അപ്പോൾ അവളെ കല്യാണം കഴിച്ച് വിട്ടതാണ്. അവിടെ വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ കല്യാണം കഴിച്ച് വിട്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയി പോയിട്ട്, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പാറും കൂടിയും പോവുകയാണ്. നല്ല രസമായിട്ട് പോകുന്ന വഴി സ്ഥലങ്ങളാണ്. അത് ഉള്ളിലാണ് അവക്കടെ വീട് വരുന്നത്. ഭയങ്കര ഉൾഗ്രാമമാണ്. അവിടെ നല്ല ഭംഗിയാണ്, നിറച്ചും പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസം കാണാൻ. അങ്ങനെ അവിടെ ചെന്നു. പാറുവിൻ്റെ മുടി വെട്ടിയായിരുന്നേ. അപ്പോൾ അതാണ് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കലാണ്. ഞാനാ വെട്ടി കൊടുത്തത് കേട്ടോ. അവിടെ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും. പിന്നെ അവളവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ അവൾക്ക് ചിക്കൻ കറി. അവൾ നന്നായിട്ട് ചിക്കൻ കറി വയ്ക്കും. അത്രത്തോളം ഒന്നും ഞാൻ വയ്ക്കില്ല, പക്ഷെ അവൾ അടിപൊളിയായിട്ട് വയ്ക്കും. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവൾക്ക് പിരികം ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾക്ക് എന്തോ കല്യാണമുണ്ട്. അപ്പോൾ അതിന് പിരികം ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിരികമൊക്കെ ത്രെഡ് ചെയ്ത് കൊടുത്തു. അവൾ പറഞ്ഞു, ചേച്ചി എൻ്റെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറയാം കേട്ടോ. എല്ലാവരും തന്നെ വീട്ടിലിങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ പിന്നെ ഒരാൾ മാത്രമല്ല, ഞാനൊക്കെ വീട്ടിലിങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ അവക്കടെ പിരിയാൻ ത്രെഡ് ചെയ്യുന്ന സമയത്ത് പാറ അവിടുത്തെ ഊഞ്ഞാലുണ്ട് കേട്ടോ. അവിടെ പിള്ളേർക്കടെ ഊഞ്ഞാൽ. നമുക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മൂത്തത് സ്കൂളിൽ പോയേക്കാണ്, ഇളയതവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനെ പിന്നെ വിളിക്കാനൊന്നും പോയില്ല. നമ്മുടെ ശംഖുവാണേ. ഇതാട്ടോ അവക്കടെ വീടിൻ്റെ ഫ്രണ്ട്. അവിടെ നിറച്ച് റബ്ബറും തോട്ടമായിരുന്നു. അവരൊക്കെ അത് വെട്ടി. ഇപ്പം നല്ല രസമാണ്. ഭയങ്കര വെട്ടവും കാറ്റും ഒക്കെ കിട്ടുന്നുണ്ട്. മറ്റേത് ഭയങ്കര ഇരുണ്ടിരിക്കണ മാതിരിയായിരുന്നു. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവളോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിന് ജ്യൂസിൽ കയറണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജ്യൂസിൽ കയറി. 2 റോയൽ ഫലൂഡ പറഞ്ഞു കേട്ടോ. അവക്കടെ വീട്ടിൽ പൈനാപ്പിൾ എപ്പോൾ ചെന്നാലും പൈനാപ്പിൾ ഉണ്ടാവേ. അപ്പം നല്ല മധുരം അവിടുത്തെ പൈനാപ്പിൾ. അവിടെ നിന്ന് പൈനാപ്പിളും കഴിച്ചൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ വന്ന് ഫ്രൂട്ട് ഫലൂഡ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നിറച്ചും പൈനാപ്പിൾ. എന്തോരം പൈനാപ്പിളാണോ ഇത്! പൈനാപ്പിൾ സീസണാണോ ഞാൻ ഓർത്തുപോയി. അങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ വേറെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു, സമൂന എന്ന് പറഞ്ഞ എന്തൊരു സാധനം. ബ്രെഡിലാണ് സംഭവം. അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വയറ് ഫുള്ളായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പാറുവിന് മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.